പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 7 ഗോൾഡൻ ലെറ്ററിൽ എഴുതി അച്ഛനെ ഈശോ കാണിക്കുന്നുണ്ട്. 7 ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 7 അനുഗ്രഹം കിട്ടിയാൽ ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റ് ആകാം, ജോലിയാകാം, PR ആകാം, ഇനി എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ആശിച്ചിരുന്നത് അതിനുള്ള തീരുമാനമാകാം.
അതിൻ്റെ വിടുതലാകാം. എന്തായാലും നിങ്ങൾ സാക്ഷ്യം പറയണം. കർത്താവേ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോരുത്തരും കർത്താവെ അങ്ങ് സന്ദേശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, ഭാരങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നന്നായി വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, വെടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ നിമിഷം ആശീർവദിക്കട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഘടന കർത്താവ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവും നൽകിയ ഒരു ഘടനയാണുള്ളത്. എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിലനിൽക്കുക എന്നുള്ളത് ആണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടതാണ്, ഏറ്റവും വലിയ മുഖമുദ്രയും അതാണ്. നമുക്ക് പൊതുവെ വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഈ ആഴ്ച ഭക്തി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഭക്തി ഉണ്ടാകത്തില്ല. അടുത്ത മാസം നമ്മൾ തീർത്ഥാടനത്തിനും പോകും, ലോകത്തിലുള്ള എല്ലാ മലയും കയറും, പുരുഷൻ്റെ വഴി നടത്തി ഇറങ്ങി വരികയും ചെയ്യും, കൃപയിൽ ജീവിക്കുകയും ചെയ്യും. നോൻപ് കഴിയുമ്പോൾ ഇല്ലേ, പുതുഞാറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഗ്രാഫ്, ആധ്യാത്മിക ഗ്രാഫ് താഴെ പോകും, ചിലപ്പോൾ ഗ്യാപ്പും വരും. നിങ്ങൾ ഒരു മല കയറണ നല്ലതല്ലേ, ഞാനും കയറുന്ന ആളാണ്. പക്ഷേ ഒരു മലയും കയറിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയാമോ? ദൈവ ആ മനുഷ്യബന്ധത്തിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. എന്താ ഈശോ പറയണത്? നിലനിൽക്കണം എന്ന് പറഞ്ഞ വാക്കതാണ് 15:10. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ഗ്യാപ്പില്ലാതെ, വിള്ളലില്ലാതെ, കണ്ടിന്യൂസ് ആയിട്ട് പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കുന്നത് പോലെ. നമ്മൾ ഒത്തിരി പീക്കിലേക്ക് പോയില്ലെങ്കിലും ദൈവമായിട്ടുള്ള ആ ബന്ധം അത് ഒത്തിരിയേറെ നിമ്നോന്നതങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ബേസിക്കായിട്ട് ദൈവമായിട്ടുള്ള ആ നിലനിൽപ്പ് സൂക്ഷിക്കുന്നത് എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നറിയാമോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉടമ്പടിയുടെ ഗുണവധാനം. ഉടമ്പടി നിങ്ങളുടെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തും. കണ്ടിന്യൂറ്റി ഇല്ലേ, തുടർച്ച ഉറപ്പുവരുത്തും. കാര്യം എന്താണ്? അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ആചാര അനുഷ്ഠാന ക്രമങ്ങളും സുവിശേഷ സാക്ഷ്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഉറപ്പുവരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? 15:7 സംഭവിക്കും. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽക്കുക എന്നുള്ള വാക്കുണ്ട് അവിടെ. 2 സ്ഥലത്തുകൊണ്ടേ 15:10 നിലനിൽപ്പുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം നിലനിൽക്കും. ഇപ്പോഴെന്താ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽപ്പ് ഒരു പ്രശ്നമാണ്. ഗ്യാപ്പ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഉടമ്പടി ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോലും ആൾക്കാരെ കാണത്തില്ല. എന്താ കാര്യം? അതായത് ഒരു ഉടമ്പടിയിലല്ല. ഉടമ്പടിയിലാണെങ്കിൽ അവരെ കാണാൻ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ കാര്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് മതാനും മധ്യസ്ഥ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിഷയം ശരിയാകും. പക്ഷേ അവർ ഉടമ്പടിയിലല്ലെങ്കിലോ, കാര്യം ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴാണ് നിങ്ങളെൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള ചോദിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ല, ഇഷ്ടമുള്ള നമുക്ക് ചോദിക്കാം. പക്ഷേ ഗ്യാപ്പ് ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് നോയമ്പ് കാലത്ത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ പ്രതീക്ഷയാണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ ഫസ്റ്റ് 2022 ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. ആ സമയങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അന്നേരം എൻ്റെ മമ്മി വന്ന സമയത്ത് മമ്മി എടുക്കുന്നത് കൊണ്ട് മാത്രം ഞാനും ഉടമ്പടി എടുത്ത് തിരികെ പോയി. അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് വന്നെടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2025 എനിക്ക് എൻ്റെ മകനിലൂടെ കിട്ടിയ ഒരു സൗഖ്യത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ഒരു വൈകുന്നേരം സമയത്ത് ഇവന് പെട്ടെന്ന് ഒരു ജലദോഷം വരികയും രാത്രി ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് ശ്വാസം മുട്ടലും അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവന് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഇൻഹേലറൊക്കെ വലിച്ചു കൊടുത്തു. കൊച്ചിനോട് കടന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇവനിങ്ങനെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തായപ്പോഴത്തേക്കും കൊച്ചിന് കുറയുന്നില്ല. പക്ഷേ ഇവന് കാണുമ്പോൾ അവന് അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് നെബുലൈസേഷനൊക്കെ എടുത്തിട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള അമല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി വേഗം കാഷ്വാലിറ്റി കാണിച്ചു. അവർ വേഗം നോക്കിക്കഴിഞ്ഞ് ഞാൻ ചീട്ടെടുത്ത് വന്നപ്പോഴത്തേക്കും ഇവർ കൊച്ചിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഞാൻ കൊച്ചിനെ കാണാണ്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് ഇവർ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു കൊച്ചിന് ഇച്ചിരി ക്രിട്ടിക്കലാണ്, കൊച്ചിനെ നമുക്ക് വേഗം ICUയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. വീട്ടിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന കൊച്ചാണ്, പെട്ടെന്ന് എന്താണ് ഇവനിങ്ങനെ പറ്റിയെന്ന് ഓർത്ത് എനിക്കും അതാകെ ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഹസ്ബൻഡിനെ വേഗം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, കുഴപ്പമൊന്നും ഇല്ലാണ്ടല്ലേ നമ്മളിവിടെ വരെ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇവന് പെട്ടെന്ന് സാച്ചുറേഷൻ കുറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഇവർ വേഗം PICUയിലേക്ക് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ICUയിൽ കയറി ഞങ്ങളിരുന്നു. കൊച്ചിന് ഓക്സിജനൊക്കെ കൊടുത്ത് അവരിരുത്തി. ഒരു ഉച്ചയോടുകൂടി ഇവർ പെട്ടെന്ന് ഡോക്ടർമാർ വരുന്നു, കൊച്ചിൻ്റെ അടുത്ത് വട്ടം കൂടുന്നു, കൊച്ചിന് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. കൊച്ചിൻ്റെ ഓക്സിജൻ്റെ അളവ് 76, 78 ആ റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കൊച്ചിനൊരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ മാസ്ക് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു, എയർവോ കണക്ട് ചെയ്യുന്നു, ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ICUയിലുണ്ടായിരുന്ന ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, നമുക്ക് വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഒരു സമയം നമ്മൾ കേൾക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടപ്പോൾ നമ്മൾ ആകെ ഒരു തകർന്ന ഒരവസ്ഥയിലായിരുന്നു. നടത്തിക്കൊണ്ട് വന്ന കൊച്ചിനെ പെട്ടെന്ന് ഒരു ഉച്ചയോടുകൂടി വെൻറ്റിലേറ്ററിലേക്കൊക്കെ മാറ്റുക എന്ന് പറയുമ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഡോക്ടർ തന്നെ ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടേക്ക് വരണം എന്ന് പറയും. എനിക്ക് എന്ന് വെച്ചാൽ ഒരു സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കായി പോയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. വീട്ടിലേക്ക് വേഗം വിളിച്ച് പറഞ്ഞു വീട്ടിൽ നിന്ന് നമ്മുടെ ഉടമ്പടി തൈലവും എല്ലാം എടുത്തിട്ട് വന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇവരെത്തിച്ചു. ഞാൻ എന്നിട്ട് ICUയിൽ കയറി. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അമ്മ നിങ്ങൾ കൊച്ചാണെങ്കിൽ ആകെ ഒരു പാനിക്കായിട്ട് വെപ്രാളം കാണിക്കുന്നവന് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവർ കണക്ട് ചെയ്തിട്ട് അവനത് ഓക്കെ ആവുന്നില്ല. അതാണ് ഇവർ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാമെന്ന് പറയുന്നത്. പക്ഷെ ഇവൻ അതിന് ഒരു തയ്യാറാവുന്നില്ല. ഇവൻ ഇറങ്ങിപ്പോകാൻ നോക്കുന്നു, എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഡോക്ടർ, എനിക്ക് ഒരു 5 മിനിറ്റ് താ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കാശ് രൂപ എടുത്തിട്ട് അവൻ്റെ നെഞ്ചിൽ ഞാൻ ഒട്ടിച്ച് വെച്ചു. അതിനുശേഷം ഈ തൈലെടുത്ത് മൊത്തം ഞാൻ കൊച്ചിനെ തൂത്ത് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളെന്താ കാണിക്കുന്നത്, ഈ സമയത്ത് എന്താ ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 5 മിനിറ്റ്. അതുവരെ ഡോക്ടർ ആ ഓക്സിജൻ്റെ മാസ്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ പറഞ്ഞു ഡോക്ടറോട്. അങ്ങനെ ആ ഓക്സിജൻ മാസ്ക് വെക്കുന്ന സമയത്ത് ഇവന് 76 റെഡ് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നേരമായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒന്ന് കൊച്ചിനൊരു സപ്പോർട്ട് കൊടുക്ക്, ഒരു 5 മിനിറ്റ് നേരത്തെ അത് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ അത് സമ്മതിച്ചു. സമ്മതിച്ച് ഞാൻ തൈലവും പൂശി ഇത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് 76 എന്നുള്ളത് 78ലേക്ക് മാറി. അത് 80 ആയി. അങ്ങനെ കൊച്ചിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂടിക്കൂടി വന്നു. പിന്നെ കൊച്ച് ആ മാസ്ക് വെച്ചിട്ടാണ് ICUന്ന് ഇറങ്ങുന്ന വരെയും അവൻ ആ സാധാ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണ് ICUയിൽ കടന്നതും ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി പോകുന്നു. ഒരു വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് എൻ്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞങ്ങളുടെ ടൗണിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ടൗണിൽ നിന്നും കുറച്ച് വിട്ട് മാറിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും അതിൽ വരുമ്പോൾ ആഗ്രഹിക്കും, വെറുതെ ആണെങ്കിലും ആഗ്രഹിക്കും ഇവിടെ ഇത്തിരി വാങ്ങാൻ പറ്റിയായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥലം കൊടുക്കാൻ, എല്ലാം വിറ്റ് പോയതാണെന്നാണ് നമ്മൾ ബ്രോക്കർമാരെ കൊണ്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാനിടയായത്. എങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെറുതെ കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ വെറുതെ ഉടമ്പടിയിൽ എഴുതി വെച്ചു, അമ്മേ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എനിക്കൊരു സ്ഥലം മേടിക്കാൻ പറ്റണേന്ന് ഞാൻ എഴുതി വെച്ചു. ഇവിടുന്ന് പോയി 7ാമത്തെ ദിവസം എനിക്ക് ഞാൻ ആഗ്രഹിച്ചിടത്ത് അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലമായിരുന്നു, അവർ കൊടുക്കാൻ തയ്യാറായി. ഞാൻ 7ാമത്തെ ദിവസം അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു. നാളെ അതിൻ്റെ പേപ്പർ എല്ലാം ക്ലിയറായി, നാളെ അതിൻ്റെ ഇത് നടത്തുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വയനാട്ടിലൊരു ഷോപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ലാണ്ട് ഞങ്ങളത് വിറ്റൊഴിവാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എന്തെന്നാൽ ഓരോരോ തടസ്സങ്ങൾ കാരണം അത് വിറ്റ് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എഴുതി വെച്ചിരുന്നു, അമ്മേ ഞങ്ങൾക്കത് എങ്ങനെയും അതൊന്ന് വിറ്റൊഴിവാക്കി തരണം, അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുവഴി ആ കടയുടെ ഉടമസ്ഥർ തന്നെ ആ കടയിലുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം അവർ തന്നെ എടുത്ത് നമുക്കങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ എൻ്റെ കുഞ്ഞിനൊരു വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുമായിരുന്നു. അപ്പോൾ കൊണ്ടത് കാണിച്ചപ്പോൾ ഒക്കെ അപ്പൻഡീസിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. 2 മെയിൻ ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചു, 2 പറഞ്ഞു അത് സർജറി ചെയ്യുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചു കിടക്കുന്നതിൻ്റെ ബെഡിൻ്റെ അടിയിൽ നമ്മുടെ ഉടമ്പടി പത്രം വെക്കും, പിന്നെ എണ്ണ എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറുടെ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേദന സഹിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു അപ്പൻഡിക്സും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ, അത് തന്നെ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതിച്ചോറുണ്ടാക്കി റോഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക്, വിശന്നിരിക്കുന്നവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനെ എല്ലാ മാസവും ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മേടിക്കുന്ന ഉടമ്പടി പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിൽ വരണമെന്ന് ആരാഗ്രഹം പറഞ്ഞാലും ഞാൻ അവരെ പൈസ കൊടുത്ത് സഹായിക്കും ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. നയന ബിജു എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിന് വേണ്ടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഏറ്റവും ക്ലേശകരമായ ഒരു ജീവിത സാഹചര്യ അവസ്ഥയിൽ ഉടമ്പടി നേർച്ചവസ്തുവായ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്തൊട്ടിക്കുകയും ചെയ്തതിലൂടെ ഗുരുതരമായ രോഗാവസ്ഥയെന്ന് ഡോക്ടർമാർ പറഞ്ഞിടത്തു നിന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് സമയച്ചുരുക്കം മാതാവിൻ്റെ സഹായത്താൽ കുഞ്ഞ് നയിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഉടമ്പടി എപ്പോഴും നമുക്കൊരു ഉറപ്പാണ്. അമ്മ മാതാവ് തിരുക്കുമാരനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിത പ്രതിസന്ധിയുടെ വിഷയത്തെ ഏറ്റെടുക്കുകയും അതിന് നമ്മൾ എത്ര കണ്ട് വിശ്വസ്തതയുള്ള വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമോ അതനുസരിച്ച് ദൈവികമായ ശക്തമായ പ്രവൃത്തികളിലൂടെ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തും എന്നുള്ളതിന് സഹോദരി ഈ എൽത്താരയിൽ പങ്കുവച്ച രോഗസൗഖ്യത്തിൻ്റെ ഓരോ സാക്ഷ്യത്തിലും അമ്മ മാതാവിലുള്ള പൂർണ്ണമായ ആശ്രയത്വം, അതിലൂടെ ലഭിക്കുന്ന രോഗത്തിൻ്റെ ശമനവും നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സ്ഥലസംബന്ധമായ വിഷയവും ഒരു കടസംബന്ധമായ വിഷയത്തിലും അതുപോലെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഭാരങ്ങൾ മുഴുവനും മാറ്റിക്കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റവും ലഘൂകരിച്ച് ശുഭകരമാക്കി അനുഗ്രഹിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടിയിൽ നമ്മൾ എത്ര കണ്ട് ജീവിതത്തെ
അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ, അത് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം, അവിചാരിതമായ ജീവിത പ്രശ്നങ്ങൾക്ക് ഉടനടി അമ്മ മാതാവിൻ്റെ ഇടപെടൽ, ഏറെ ഭാരപ്പെടുമെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അത് നിസ്സാരമായി മാറ്റിത്തന്നുകൊണ്ട് അമ്മ കൂടെയുണ്ട് എന്ന ഉറപ്പ് നമുക്ക് നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ. ഈശോമിശിഹായ്ക്ക് നന്ദി. ഞാൻ വരുന്നത് കായംകുളത്തു നിന്നാണ്. എൻ്റെ ഒരു ബിരു എന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 28/10/2024 ഞാൻ 1.5 വർഷമായി മാതാവിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രാർത്ഥനാ കാര്യങ്ങളായിട്ട് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാനിപ്പം ഇവിടെ ഉടമ്പടി എടുത്തതിന് മുമ്പ് എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കത് ലഭിച്ചു. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ സാധിച്ചു. ഇൻറ്റീരിയറിൻ്റെ ഒരു ബിസിനസ്സാണ്. ലോകം മുഴുവൻ അത്യാവശ്യം പലയിടത്തായിട്ട് പല സ്റ്റാഫുകൾ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം എനിക്ക് ഇതിനുള്ള യോഗ്യതയൊന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ ജസ്റ്റ് +2 കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ ഇന്നെൻ്റെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ബിടെക് അങ്ങനെയുള്ള ഹയർ ഡിഗ്രിയിലുള്ള സ്റ്റാഫുകളാണ് ഉള്ളത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് ഇന്നെൻ്റെ ബിസിനസ് മാതാവിൻ്റെ കൃപയാൽ നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിക്ക് അത്യാവശ്യം റിലേറ്റീവ്സാണ്, കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അത് 1 മാസത്തിനുള്ളിൽ തന്നെ ആ വീട്ടിലെ അവരുടെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് പരിഹരിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ സാധിച്ചു. അതുപോലെ ഓരോരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പല പല കാര്യങ്ങളിലും എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പല ഭാഗത്തായിട്ട് പല സ്ഥലത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ വസ്തുതർക്കം വളരെ പ്രശ്നത്തിൽ നിന്നത് മാതാവിൻ്റെ കൃപയാൽ അവരൊരു കാരണവശാലും വസ്തു വിട്ടു നൽകാത്തൊരു ബന്ധു അവർക്ക് മാതാവിൻ്റെ കൃപയാൽ 10 സെൻറ്റ് വസ്തുവും അവർക്ക് വേണ്ടിയിട്ട് 2 അടി വഴിയും ഒരുപോലെ തന്നെ ഒട്ടും 1 സെൻറ്റ് വസ്തു പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനകളിൽ നിന്ന് അവർക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ എനിക്ക് തിരിയിൽ മാതാവിൻ്റെ രൂപം കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബൈബിളിൽ നിന്ന് അത് ഉറപ്പിക്കാനായിട്ടൊരു വചനം എടുത്തപ്പോൾ ഇസഹാക്കിൻ്റെ ദൈവദർശനമെന്നാണ് കിട്ടിയത്. അതിനുശേഷം എനിക്ക് മാതാവിൻ്റെ ഒരു വർക്കും അന്നേ ദിവസം തന്നെ എനിക്ക് ഒരു കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ പോയി വയ്യാത്തുള്ളവരെ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ എൻ്റെ കഴിവിനൊത്ത് റോഡ് സൈഡിലൊക്കെ വയ്യാതിരിക്കുന്നവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പോയി വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അത് 1.5 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ തന്നെ ചെയ്യുന്നുണ്ട്. 1-2 ആഴ്ച മറ്റോ മുടങ്ങിയാലെങ്കിലേ ആയുള്ളൂ. എന്നാലും എല്ലാം ഇപ്പോൾ 1.5 വർഷമായിട്ടും സ്ഥിരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പറ്റുന്നവരെ കാശ് കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെ കഴിവതും കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുത്ത് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാൻ എല്ലാ ആഴ്ചകളും പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. മാതാവിനെ പറ്റി പറയാറുണ്ട്, സുഹൃത്തുക്കളോട് പറയാറുണ്ട്. പലരും ഉടമ്പടി എടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് വരാനിരിക്കുന്നുണ്ട്. 3-4-5 പേരോളം വരാനിരിക്കുന്നുണ്ട്. നേരിട്ട് എൻ്റെ ഈ ഒരു ഉടമ്പടി ഈ ഒരു സാക്ഷ്യം കേട്ടതിന് ശേഷം എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം മാതാവിനടുത്ത് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞതിൽ 1000 നന്ദി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. നേരത്തെ ഞാൻ തുടക്കമേ മദ്യപാനവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും കുറച്ച് ദേഷ്യം കൂടുതലുള്ള ഒരാളായിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷോർട്ട് ടെമ്പർ എന്നാണ് പറയാറുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു നേച്ചറായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ ആരോടും അധികം ദേഷ്യപ്പെടാറില്ല. ഭയങ്കര സൗമ്യമായിട്ടാണ് ഇടപെടുന്നത്. അവരെങ്ങനെ ഇറിറ്റേറ്റഡായിട്ട് ക്യാരക്ടർ കാണിച്ചെന്ന് പറഞ്ഞാലും അത് എന്നെ ഒരു തരത്തിലും ബാധിക്കാറില്ല. അവരോട് വളരെ സ്നേഹത്തോടെ മാത്രമേ പെരുമാറുള്ളൂ. ഒരാളോടും ദേഷ്യവും ഒരാളോടും വിദ്വേഷവും മനസ്സിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നില്ല, ഇനിയും തോന്നുകയില്ല. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണത് സാധിച്ചത്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ബിനു ഭാസ്കരൻ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങുന്നതിന് കാരണം തൻ്റെ വരുമാന മാർഗങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. ഒന്നും തുടങ്ങാനാവാതെ എന്ത് ചെയ്തിട്ടും അത്ര ശരിയാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുക്കുന്നു.
മകൻ സൂചിപ്പിച്ചതുപോലെ ആ അടുത്ത നാളുകളിൽ തുടങ്ങിയ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു ഓഫീസും ബിസിനസ്സും നാളെ ഇതുവരെയും പിന്നീടൊരു ക്ലേശമില്ലാതെ തുടർച്ചയായി മുന്നോട്ട് പോകുവാനും, മകൻ സൂചിപ്പിച്ചതുപോലെ മകനയിലും വിദ്യാഭ്യാസമുള്ളവർ, ടെക്നിക്കലി നോഹവും ഉള്ളവർ മകൻ്റെ കൂടെ സഹപ്രവർത്തകരായി ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നതിന് ലഭിക്കുകയും അങ്ങനെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം ആ ഒരു തൊഴിൽ സംരംഭത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുകയും ചെയ്തുവെന്ന, അതുമാത്രമല്ല ജീവിതത്തിൻ്റെ ആകമാനമുള്ള പെരുമാറ്റ രീതികളിൽ സാരമായ വ്യത്യാസം അമ്മ കൊണ്ടുവരികയും ശാന്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും കാരുണ്യത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി കുറേ കൂടി തൻ്റെ ജീവിതം കൊണ്ട് മറ്റനേകർക്ക് ഉപകാരമാകും വിധം ജീവിക്കുവാൻ മകനെ ഉടമ്പടി ജീവിതത്തിലൂടെ സഹായിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അമ്മ മാതാവിനോടുള്ള ബന്ധം നന്നായി സൂക്ഷിക്കുവാനും സമയാസമയത്ത് ഉടമ്പടി പുതുക്കിക്കൊണ്ട് അമ്മ നൽകിയ അനുഗ്രഹത്തെ കൂടുതൽ അനുസ്മരിച്ചും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിക്കുവാൻ മകനെ ഓരോ ദിവസവും അമ്മ മാതാവ് കൈപിടിക്കുന്നു എന്നതും പ്രത്യേകതയാണ്. ഈ മകന് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഉയർത്തിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ബിന്ദു, ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. 2023 ജനുവരി 1-ാം തീയതിയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിന് വിദേശത്ത് ജോലിയായിരുന്നു. കാരണം എന്താണെന്ന് അറിയില്ല. അത് ഒരു ദിവസം ഡ്യൂട്ടിക്ക് ചെന്നപ്പം പറഞ്ഞു ജോലിക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒത്തിരി നോക്കിയിട്ടൊന്നും ജോലിയൊന്നും ശരിയായില്ല. പിന്നെ തിരിച്ച് നാട്ടിൽ കയറി വന്ന് 1 വർഷത്തോളം നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് ശരിക്കും അത് കേൾക്കാനായിട്ട് പറ്റിയില്ല. അപ്പം 90 ദിവസം കഴിഞ്ഞ് ഉടമ്പടി ഒന്നുകൂടെ പുതുക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൂട്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കലെ വിദേശത്ത് നിന്നും കോള് വന്ന് വിസ റെഡി ആയിട്ടുണ്ട് എന്നും പറഞ്ഞു. അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് തന്നെ അതിശയമായിരുന്നു, എങ്ങനെ നടന്നു പോലും അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം കയറി പോവുകയും ചെയ്തു. എൻ്റെ മോളാണെങ്കിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പഠിക്കത്തില്ലായിരുന്നു. +1 പരീക്ഷയ്ക്ക് എല്ലാം ഫെയിലായി പോയായിരുന്നു. ഒരു വിഷയം ഒഴികെ എല്ലാം ഫെയിലായി പോയായിരുന്നു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു അമ്മയുടെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ കൂട്ടത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി +1 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞപ്പം അവൾക്ക് എല്ലാ വിഷയം കിട്ടുകയും ചെയ്തു. ടീച്ചർമാർ വരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൾ പാസ്സാകത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി +2 പരീക്ഷ നല്ലോണം പാസ്സായി കയറി. ഇപ്പോൾ അവൾ നേഴ്സിംഗ് പഠിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു ഇടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ട്. അപ്പം ആ അച്ചായന് ദിവസവും ഞാൻ ഭക്ഷണം കൊണ്ടു കൊടുക്കും. പിന്നെ വൃദ്ധസാധനങ്ങളിലുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം വാങ്ങിച്ച് ഞാനും മോളും കൂടെ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും കൊണ്ടു കൊടുക്കും. എൻ്റെ പേര് അദൃശ്യ. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനാണ്. ഞാൻ +1 എല്ലാ വിഷയങ്ങൾക്കും ഫെയിലായിരുന്നു. ആകെ ഒരു വിഷയം മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ ആകെ 3 വിഷയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ മാതാവ് നിന്നെ രക്ഷിക്കും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ആകെ 3 എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി. 3 ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. പിന്നെയും എനിക്ക് 2 വിഷയം കിടക്കുവാണ്. അപ്പോൾ ഞാൻ +2 എത്തി. പിന്നെ എനിക്ക് +2 ഡബിൾ പാസ് മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. +2 എത്തി. ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി ഞാൻ +2 എക്സാം എഴുതി കാശുരൂപം വെച്ച് എല്ലാ പേപ്പറുകളിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ +2 റിസൾട്ടിൻ്റെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കൃപാസനത്തിൽ വന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ പാസ്സാവണേന്ന്. അങ്ങനെ വീട്ടിൽ എത്തി റിസൾട്ട് നോക്കിയപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ പാസ്സായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ നേഴ്സിങ്ങിൽ ജോയിനായി. കൃപാസന മാതാവിനും ഈശോയ്ക്കും 100 കോടി നന്ദി. പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തണൊക്കെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം. ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും മാതാവ് എനിക്കത് സാധിച്ചു തരുന്നുണ്ട്.
പിന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങളാണെങ്കിലും എന്തോ കാര്യം പറഞ്ഞാലും മാതാവ് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും സഹായിക്കാനുള്ള മനസ്സും എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഇതുവരെ നയിച്ച എല്ലാ കാര്യങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി. എഫെസസ് 3:20-21 തിരുവചനങ്ങൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. ബിന്ദു എന്ന ഈ സഹോദരി 2 ഗൗരവമുള്ള ജീവിത വിഷയങ്ങൾക്ക് പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ആദ്യത്തത് ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെട്ട ആകസ്മികമായ ഒരു അവസരം. അമ്മയുടെ ഉടമ്പടിയിൽ ജീവിച്ച് പ്രാർത്ഥനയിൽ ആ നിയോഗം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അത്ഭുതകരമാം വിധം അമ്മ ഇടപെടുകയും ജോലി തിരികെ അത് നേടിക്കൊടുക്കും വിധം കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തി. മകൾ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു, +1 പരീക്ഷ മുതൽ സപ്ലി വന്ന് മകള് പഠന മേഖലയിൽ ഏറെ പുറകോട്ടായിരുന്നു. എങ്കിലും അമ്മയുടെ ഉടമ്പടിയിൽ നന്നായി പ്രത്യാശ അർപ്പിക്കുകയും ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ ആശീർവാദം സ്വീകരിച്ച് +2 പരീക്ഷ എഴുതുവാൻ മകൾ തയ്യാറാവുകയും മകൾക്ക് പരീക്ഷകൾ അനുഗ്രഹമായി നല്ല വിജയം നേടി തുടർ പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ അമ്മ മാതാവിനുടെ ഈശോ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നമുക്ക് കൈമാറുന്ന ആദ്യത്തെ ഗുണം ഒരു ആത്മബലമാണ്. നാം നമ്മുടെ ജീവിതം ഏത് ചഞ്ചലപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കൂടെ കർത്താവുണ്ട്, അമ്മ മാതാവിൻ്റെ സംരക്ഷണമുണ്ട്, ഈ പ്രതിസന്ധി തരണം ചെയ്യുവാൻ അമ്മ എന്നെ സഹായിക്കുന്നുവെന്ന ഒരു ആത്മധൈര്യമാണ് ഉടമ്പടി കൈമാറുന്നത്. ആ ആത്മധൈര്യത്തിൽ പ്രത്യാശയോടുകൂടി നാം പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടുകൂടി നാം ജീവിക്കുകയും കാരുണ്യത്തോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മളെ തന്നെ ഒരുക്കി തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ നല്ല ദൈവം നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തിന്മേലും സമയച്ചുരുക്കത്തിൽ തീരുമാനമെടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തി നൽകുന്നു. അതിൻ്റെ അനുഭവങ്ങളാണ് ഓരോ വ്യക്തിയും ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.